നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ 3 മാസങ്ങൾക്ക് മുൻപേ തന്നെ കണക്കുകൾ ഉറപ്പിക്കുകയാണ് ചില സർവേകൾ. RJD 80 മുതൽ 95 സീറ്റുകൾ വരെയും കോൺഗ്രസ് 45 മുതൽ 55 സീറ്റുകൾ വരെയും, ഇടതു പാർട്ടികൾ 15-ന് മുകളിലും ഇൻസാഫ് പാർട്ടി 10 സീറ്റുകളും നേടുമെന്നാണ് ഉറപ്പിക്കുന്നത്. അങ്ങനെ ആകെയുള്ള 243-ൽ 160-ലേറെ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നുറപ്പിക്കുകയാണ് ആഭ്യന്തര സർവേ. രാഹുൽ ഗാന്ധി ഇളക്കിമറിച്ച ബീഹാറിന്റെ മണ്ണിൽ നിന്നും കിട്ടിയ സർവേ ഫലമാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ബീഹാറിന്റെ മണ്ണിൽ ഒരു തീരുമാനം എഴുതിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഭരണകക്ഷിയായ NDAയുടെ കയ്യിന്ന് പോയി എന്ന് തന്നെ പറയാം. RJDയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് വിശേഷിപ്പിച്ച് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ശക്തി പകരുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാനാകുന്നത്. ഇതുവരെ ഒരു ദേശീയ നേതാവും നടത്തിയിട്ടില്ലാത്ത തരത്തിൽ കേന്ദ്രീകൃത പോരാട്ടം അതാണ് ബീഹാറിൽ കണ്ടതും വിജയിച്ചിരിക്കുന്നതും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 75 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഏറെ മുന്നേറിയിട്ടും അവർ ആവശ്യപ്പെടുന്നത് 60ഓളം സീറ്റുകൾ മാത്രമാണ്. അത്രയ്ക്കും മുന്നണി ബന്ധം സുദൃഢമാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കകത്ത്. മാത്രമല്ല, ഗ്രാമങ്ങളും നഗരങ്ങളും ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, ഒറ്റ ഭരണമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന, തേജസ്വി യാദവ് ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭരണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിനെ എത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും അവസരോചിതമായ ഇടപെടൽ തന്നെയാണ്. ഈ മാസം ആദ്യവാരത്തിൽ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊണ്ടു എന്ന് മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. അപ്പോൾ അത് രാജ്യം ഭരിക്കുന്നവർക്ക് പരിക്കേറ്റിരിക്കുന്നതേറെയും ബീഹാറിലാണ്. കർണാടകത്തിലെ ഒരേ ലോകസഭാ മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ തിരിമറി നടന്നു എന്നുള്ള വെളിപ്പെടുത്തൽ സത്യമാണ്. എങ്കിലും സമരം നടന്നത് കർണാടകത്തിലല്ല, മറിച്ച് കർണാടക ജനതയെക്കാളും അത് ബാധിക്കുന്നത് ബീഹാറിനെയാണ് എന്ന് പറഞ്ഞുകൊടുക്കാനും ആ യാത്ര വിജയിപ്പിച്ചെടുക്കാനും രാഹുൽ ഗാന്ധിക്കായി എന്നതിൻ്റെ വിജയമാണ് ഇപ്പോൾ ബീഹാറിൽ കാണുന്നത്. അവിടെ BJP സഖ്യം അഥവാ NDA ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട RJDയും കോൺഗ്രസും ഇടത് കക്ഷികളും സീറ്റുകൾ കുറഞ്ഞാലും വേണ്ടില്ല, എല്ലാം ജയിക്കണമെന്ന് പറയുമ്പോൾ NDAയിലെ BJPയും JDUവും സീറ്റുകൾ കൂടുതൽ വേണമെന്ന വാശി പിടിച്ച് കഴിഞ്ഞ ദിവസം തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. അതായത് ബീഹാറിലെ പ്രത്യേകത നമുക്കറിയാം. 80 സീറ്റുകൾ ഉള്ള BJP മാറി നിൽക്കുകയും 40 സീറ്റുകളുള്ള JDUവിൻ്റെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഒരു അപൂർവ കാഴ്ചയായ ഒരു സംസ്ഥാനമാണ് ബീഹാർ. അത് BJPയുടെ ത്യാഗമൊന്നുമല്ല, മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല എങ്കിൽ നിതീഷ് കുമാർ BJPയെയും വിട്ട് MLAമാരെയും കൂട്ടി ഇന്ത്യ സഖ്യത്തിൽ പോകുമെന്ന് BJPക്ക് നന്നായി അറിയാം. എന്നാൽ ഇത്തവണ തോറ്റാലും വേണ്ടില്ല, നിതീഷ് കുമാറിനെ തകർത്തു കളയണമെന്നും ഭരണം കിട്ടിയില്ലെങ്കിലും ഇനിയൊരിക്കൽ ഭരണം കിട്ടുമ്പോഴേക്കും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും പ്രവർത്തകരും BJPയിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് ആ പാർട്ടിയെ ഇല്ലാതാക്കുകയാണ് BJP. ആ പാർട്ടി തന്നെ പിടിച്ചെടുക്കണമെന്ന് BJP ആഗ്രഹിച്ചു തുടങ്ങി. അതുകൊണ്ട് നിതീഷ് കുമാർ അടങ്ങിയിരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ 12ഓളം വരുന്ന MPമാരെ പൊക്കാനാണ് BJPയുടെ പദ്ധതി. അത് സംഭവിക്കാൻ സാധ്യത ഇങ്ങനെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയുന്നതോടെ JDUവിന് ഭരണം നഷ്ടപ്പെടും. അതോടെ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ നിതീഷ് കുമാർ ശ്രമിക്കും. ബീഹാറിൽ ഭരണത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം ആഗ്രഹിക്കും. അതിന് നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ ആദ്യം പിൻവലിക്കേണ്ടി വരും കേന്ദ്രത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ MPമാരെ BJP വിലക്ക് വാങ്ങുമെന്ന് ഉറപ്പിക്കുകയാണ്. 12ഓളം MPമാർ മാത്രമാണുള്ളത്. അതിൽ പകുതിയിലേറെ MPമാരെ വാങ്ങിയാൽ JDU തകരും. അങ്ങനെ വലിയൊരു കച്ചവട രാഷ്ട്രീയം പുറത്തെടുക്കാൻ BJP ഒരുങ്ങുന്ന ബീഹാറിൽ ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് 160 സീറ്റുകളാണ്. അതായത് ആകെയുള്ള 243 സീറ്റുകളിൽ 160 സീറ്റുകളിൽ നേടുമെന്ന ഉറച്ച പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും.